കേരള പവർക്കേഴ്സ് കോൺഗ്രസും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയനും KECയുടെ വിഭാഗങ്ങളും ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷനും സംയുക്തമായിട്ടാണ് ഇവിടെ മുന്നണി ഉണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ഏപ്രിൽ 1 നടക്കുന്ന റഫറണ്ടത്തിൽ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ മത്സര രംഗത്തു നിന്ന് പിൻവാങ്ങിക്കൊണ്ട് 1ാം നമ്പറിൽ മത്സരിക്കുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയനെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. സംയുക്ത സമര മുന്നണി എന്ന നിലയിൽ കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള പ്രദേശങ്ങളിൽ വിവിധ ജില്ലകളിലായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംയുക്ത സമര മുന്നണി പ്രക്ഷോഭത്തിലാണ്. ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നമ്മുടെ വൈദ്യുതി ഭവന്റെ മുന്നിൽ നടന്ന പ്രതിഷേധ യോഗത്തിലും ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഈ സംയുക്ത സമര മുന്നണിയുടെ ഭാഗമായിട്ടാണ് സഹകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായമായ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ട്. ആ വിഷയങ്ങളെല്ലാം ഈ സ്ഥാപനത്തിന്റെ തലത്തിലുമായും ഈ സ്ഥാപനത്തിന്റെ നിയമനങ്ങളുമായും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ചയാക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംയുക്ത സമര മുന്നണി നടത്തിയ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളുമാണ്. ഈ പോരാട്ടങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് സംയുക്ത സമര മുന്നണിയുടെ നേതൃത്വത്തിൽ നമ്മൾ സംയുക്ത സമര മുന്നണിയുടെ പേരിൽ നമ്മൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ ആ സംഘടന നമ്പർ 1 എന്ന ക്രമനമ്പറിൽ മത്സരിക്കുകയാണ്. നമ്മുടെ ബാലറ്റിലെ 1ാം നമ്പർ പേരാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ. ആ സംയുക്ത സമര മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വർക്കേഴ്സ് യൂണിയന്റെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നമ്മൾ നടത്തുന്ന ഈ പ്രചാരണ പ്രവർത്തനം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വിവിധ ഓഫീസുകളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ സർക്കിൾ ഓഫീസുകളുടെ മുന്നിൽ എല്ലാം നമ്മൾ സംഘടിപ്പിച്ചു വന്ന പൊതുവായിട്ടുള്ള സംഘടനാ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇവിടെയും ഒരുമിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഒപ്പം തന്നെ ഉള്ള നമ്മുടെ ഈ സംയുക്ത സമര മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഘടന കേരള പവർക്കേഴ്സ് കോൺഗ്രസ്. ആ സംഘടന KECയിൽ റഫറണ്ടം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ റഫറണ്ടം തീരുമാനിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സംഘടനകൾ കൊണ്ട് ലേബർ കമ്മീഷണർ റഫറണ്ടം ആവശ്യപ്പെട്ട് KPWC നൽകിയ ഹർജിയും മറ്റുള്ള സംഘടനകൾ പൈസ അടച്ച് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു റഫറണ്ടം സമാഗതമായിട്ടുള്ളത്. ഈ റഫറണ്ടം സമാഗതമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടിസ്ഥാന തൊഴിലാളി വർഗം എന്ന് പറയുന്ന മസ്തൂർമാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മുടെ ഈ സമര മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നേതാക്കൾ ഇവിടെ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതലായി കടന്നു പോകുന്നില്ല. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഞാനാണ്. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ സംയുക്ത സമര മുന്നണി 1ാം നമ്പർ മത്സരിക്കുന്ന ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ, ആ യൂണിയന് നമ്മുടെ ഈ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗമായിട്ടുള്ള വോട്ടവകാശമുള്ള എല്ലാ വോട്ടർമാരുടെയും എല്ലാ ജീവനക്കാരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം സ്വാഗതം പറയുന്നതിന് വേണ്ടി KPWCയുടെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ശ്രീമതി നസൂറയെ ക്ഷണിക്കുകയാണ്. ആദരണീയനായ അധ്യക്ഷൻ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയന്റെ ആരാധ്യനായ പ്രസിഡന്റ്
ശ്രീ സദാനന്ദൻ സർ, അതിൻ്റെ ജനറൽ സെക്രട്ടറി, ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീവിലാൻ സർ, ഇന്ന് ഈ യോഗത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന സംഘടനയുടെ ഭാരവാഹികളെ, ഒപ്പം തന്നെ സംഘടനയുടെ എല്ലാമായ പ്രിയപ്പെട്ട അംഗങ്ങളെ, നമുക്കറിയാം ഇന്ന് ഈ വൈദ്യുതി ഭവന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സംഘടന ഇത്രയും നാൾ ഈ വൈദ്യുതി ഭവന് മുമ്പിൽ എത്രത്തോളം വിശദീകരണ യോഗങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നും, ഒപ്പം തന്നെ ഇതിലെ ഓരോ അംഗങ്ങളും ഈ സംഘടനയ്ക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും, വൈദ്യുതി മേഖല ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നും എല്ലാവർക്കും, ഈ വൈദ്യുതി മേഖലയിൽ പണിയെടുക്കുന്ന ഓരോ തൊഴിലാളികൾക്കും വളരെ വ്യക്തമാണ്. ഈ ഒരു അവസരം, അതായത് ഒരു സംഘടനകൾക്ക് അംഗീകാരം എന്ന ഒരു അവസരം സംജാതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിലെ ഓരോ തൊഴിലാളികളും അവന്റെ മനസ്സറിഞ്ഞ് വളരെയധികം ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സാഹചര്യമാണ്. കാരണം ഇവിടെ നമ്മൾ പിഴച്ചുപോയാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഏവർക്കും, ഓരോ തൊഴിലാളിക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ പിൻഗാമികൾ ഒത്തിരി പേർ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരേണ്ടതും പണിയെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ആ ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സംഘടന, കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് എന്ന സംഘടന, KC വർക്കേഴ്സ് യൂണിയൻ എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ട് ഒരു സംയുക്ത സമര മുന്നണി രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും നമ്മുടെ തൊഴിൽ മേഖലയുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയുണ്ടായി. കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2018 നവംബർ 15-ാം തീയതി മുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങി. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും, എല്ലാ ഡിവിഷനുകൾക്ക് മുന്നിലും, സർക്കിൾ ഓഫീസുകൾക്ക് മുന്നിലും ഒക്കെ തന്നെ വളരെയധികം വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ തൊഴിൽ മേഖല, ഈ വൈദ്യുതി മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളും ഇനി വരാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നും വളരെ വിശദമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയുണ്ടായി. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിലുള്ള ഓരോ തൊഴിലാളികളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംയുക്ത സമര മുന്നണിക്ക് എല്ലാവരുടെയും, വൈദ്യുതി മേഖലയിൽ പണിയെടുക്കുന്ന ഓരോ തൊഴിലാളികളുടെയും പിന്തുണ വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരമായി നമ്മുടെ സംഘടനയെ, അതായത് നമ്മുടെ സംയുക്ത സമര മുന്നണി 1-ാം നമ്പറിൽ മത്സരിക്കുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയനെ അംഗീകാരം രേഖപ്പെടുത്തി ഈ സ്ഥാപനത്തിന് ശക്തമായ ഒരു പ്രതിപക്ഷ സ്വരം ഉയരുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. നമ്മുടെ സംഘടനയുടെ അധ്യക്ഷനായ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് മണി, അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസിന്റെ എല്ലാമായ നമ്മുടെ പ്രിയങ്കരനായ ആരാധ്യനായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് നെയ്യാറ്റിൻകര, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റത് ഇനി പറയാനുള്ളത്, സ്വാഗതം ആശംസിക്കുവാനുള്ളത് KC വർക്കേഴ്സ് യൂണിയന്റെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയന്റെ സമാരാധ്യനായ പ്രസിഡന്റ് ശ്രീ VK
ഈ KC വർക്കേഴ്സ് യൂണിയന്റെ സമരാധ്യനായ പ്രസിഡന്റ്, സംയുക്ത സമര മുന്നണിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ PK സദാനന്ദൻ സാറാണ്. സാറിന് ഈ യോഗത്തിലേക്ക് എന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സംയുക്ത സമര മുന്നണിയുടെ KC വർക്കേഴ്സ് യൂണിയന്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ C. ബിലാൽ സാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസിന്റെ ആരാധ്യനായ ട്രഷറർ ശ്രീ ഫ്രാൻസിസ് സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ, ഈ സംയുക്ത സമര മുന്നണിയുടെ ആരാധ്യരായ ബഹുമാനപ്പെട്ട ഇതിന്റെ നട്ടലായ എല്ലാ തൊഴിലാളികളെയും, ഇതിലെ ഓരോ അംഗങ്ങളെയും ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തെ അടുത്തതായി അഭിസംബോധന സംസാരിക്കുന്നത് സംയുക്ത സമരമുന്നണിയുടെ നേതാവ് സഖാവ് സീതലാൽ അവരെ ഞാൻ ക്ഷണിക്കുന്നു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ വിനോദ് മണി, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീമതി മുസീറ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ പ്രദീപ് നെയ്യാറ്റിക്കര, ബഹുമാന്യനായ കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ, കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസിന്റെ ട്രഷറർ ഫ്രാൻസിസ് സേവ്യർ, ബഹുമാന്യരായ സംഘടനാ നേതാക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് INUC-യും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയനും ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷനും സംയുക്തമായി ഒരു വേദി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ കഴിഞ്ഞ 7-8 മാസങ്ങളായി സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭണ പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിലെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ റഫറൻഡം പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മളുടെ ഇതുവരെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട്. വർക്കേഴ്സിന്റെ പ്രൊമോഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഇതുവരെയും ആരും തന്നെ അത്തരം വിഷയങ്ങളിൽ ശബ്ദമുയർത്താതിരുന്ന ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ റഫറൻഡം വന്നു ചേരുന്നത്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഇതുവരെ അവഗണിക്കപ്പെട്ടിരുന്ന അത്തരം കാര്യങ്ങളാണ്. ഇവിടെ നമുക്കറിയാം, ഈ റഫറൻഡത്തിന് ഇപ്പൊ അരങ്ങൊരുങ്ങിയത് തന്നെ കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് അതിനു വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയതിനെ തുടർന്നാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ കഴിഞ്ഞ വർഷം LM2-ൽ നിന്ന് LM1-ലേക്കുള്ള പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൽ നമുക്ക് സന്തോഷമുണ്ട്. തൊഴിലാളികൾക്ക് റഫറൻഡം പ്രഖ്യാപിച്ച സാഹചര്യത്തിലെങ്കിലും അവർക്ക് അവകാശപ്പെട്ട, അർഹതപ്പെട്ട പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടുന്നത്. ഈ റഫറൻഡം
1 വർഷം കൂടെ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അത്രയും കാലവും ഈ വിഷയങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെടാതിരിക്കുമായിരുന്ന ഒരു സാഹചര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോ ഞാൻ ഒരു സംഘടനയുടെ അവരുടെ ഒരു നോട്ടീസ്, അവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്കുലറിൽ ഞാൻ വായിച്ചത് 1486 പാവപ്പെട്ട കരാർ തൊഴിലാളികളായിരുന്ന ആളുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രൊമോഷൻ അത് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കും. അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, വഞ്ചനയാണെന്നൊക്കെയുള്ള മുതലക്കണ്ണീരും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ മുതലക്കണ്ണീർ ഒഴുക്കുന്ന വാചകങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആരും മുതലക്കണ്ണീർ ഒഴുകേണ്ട. 1486 പേരുടെ കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയില്ല. അവിടെ ജഡ്ജിമാർ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് മുൻകാല പ്രാബല്യം അനുവദിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. KSRTC-യുമായി ബന്ധപ്പെട്ട് അവിടെ KSRTC MRL ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയ ആളുകളുടെ അവരുടെ മുൻകാല പ്രാബല്യം ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് വരികയും ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരികയുണ്ടായി. KSRTC മാനേജ്മെന്റ് സുപ്രീം കോടതിയിലേക്ക് ആ കേസിനെ വലിച്ചെടുത്തു. ഹൈക്കോടതിയുടെ വിശാല ബെഞ്ചിന്റെ വിധിയിൽ ഇടപെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അവിടെ സുപ്രീം കോടതിയിൽ KSRTC മാനേജ്മെന്റിന്റെ വക്കീല് അവിടെ നിലവിളിച്ചുകൊണ്ട് അപേക്ഷിച്ചു ഒരു സെറ്റിൽമെന്റിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിക്കണമെന്ന്. അപ്പൊ ആ സെറ്റിൽമെന്റിന് വേണ്ടി അനുവദിക്കുകയും സുപ്രീം കോടതി അനുവദിക്കുകയും ആ സെറ്റിൽമെന്റ് ഉണ്ടാകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് MRLകാരുടെ മുൻകാല പ്രാബല്യം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് KSEBയിലെ കരാർ തൊഴിലാളികളുടെ കാര്യത്തിലും ബാധകമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഒരു സാങ്കേതിക കാര്യം മാത്രമേ ഉള്ളൂ. ഈ വേനൽക്കാല അവധിക്ക് ശേഷം അതിന് വേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോ ഈ മുതലക്കണ്ണീർ ഒഴുകേണ്ട ആവശ്യമില്ല. ഇത്രയും കാലം അത്തരം കാര്യങ്ങളിലൊന്നും ഇവിടെ അംഗീകൃതന്മാരെന്ന് പറഞ്ഞു നടന്ന ആളുകൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺഫറൻസ്, നിങ്ങളുടെയൊക്കെ മിനിറ്റ്സ് കാലാകാലങ്ങളിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു മിനിറ്റ്സിൽ ഈ കരാർ തൊഴിലാളികളിൽ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾ ഉന്നയിച്ചായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഒരു 800-ലേറെ ആളുകൾ ഇനിയും ആ ലിസ്റ്റിൽ അവശേഷിക്കുന്നുണ്ട്. ആ അവശേഷിക്കുന്ന ആളുകളെ നിയമിക്കുന്ന കാര്യത്തിൽ ഈ പറയപ്പെടുന്ന അംഗീകൃത യോഗ്യതക്കാരെങ്കിലും ഒരു വാക്ക് ഈ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാൻ നാളെ വരെ തയ്യാറായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്. ആ കേസിൽ ആദ്യം KSEB മാനേജ്മെന്റ് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റില് ആ തസ്തികൾ ഒഴിച്ചിടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ PSCയുടെ വേറെ ലിസ്റ്റ് ഇല്ല. അതുകൊണ്ട് ആ കരാർ തൊഴിലാളികളുടെ ലിസ്റ്റിൽ ബാക്കിയുള്ള ആളുകളെ നിയമിക്കണം. ആ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഗവൺമെന്റിന്റെ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയുടെ ആവശ്യമുണ്ട്. ഇതാണ് കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞു അവരെ മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് അവരെയും കൂടി എടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബോർഡ് മാനേജ്മെന്റ് ആ കരാർ തൊഴിലാളികളുടെ ലിസ്റ്റിൽ അവശേഷിക്കുന്ന 930ഓളം ആളുകൾ ആ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും അതിൽ 10-30ഓളം ആളുകൾ ഇതിനകം മരണപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ബോർഡിലെ ജോലികൾ ഏർപ്പെട്ട അപകടത്തിൽപ്പെട്ടാണ് 10-20ഓളം ആളുകൾ അതിൽ മരിച്ചത്. നമുക്കറിയാം ഈ മേഖല വിതരണ രംഗത്ത് വളരെയേറെ അപകടകരമായ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ്. അപ്പൊ അവരിലാണ് ഈ 10-20ഓളം ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ കുറെ ആളുകൾ അതിൽ പ്രായപരിധി കഴിഞ്ഞ് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന 800ഓളം ആളുകളാണ്. ആ 800ഓളം ആളുകളെ നിയമിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഈ അംഗീകൃതന്മാരെന്ന് പറയുന്ന സംഘടനകൾ എന്ത് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ള? മാനേജ്മെന്റിനോട് ഒരു വാക്കെങ്കിലും ആ വിഷയത്തിൽ ഉരിയാടുവാൻ ഈ മാന്യന്മാർ തയ്യാറായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്ത് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ റഫറൻഡം ആയപ്പോൾ മുതലക്കണ്ണീരുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ സംയുക്ത വേദി രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ഇതെല്ലാം നമ്മളുടെ ഡിമാൻഡുകളാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രക്ഷോഭണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ INTUസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ R. ചന്ദ്രശേഖരൻ സാറ് നമ്മുടെ വൈദ്യുതി ഭവന്റെ മുമ്പില് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ നടത്തിയ ഒരു വലിയ പ്രതിഷേധ
ധർമ്മയുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ നടത്തിയ ആ പ്രക്ഷോഭത്തിലുമൊക്കെ ഈ ഡിമാൻഡുകളൊക്കെ തന്നെ നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലമായി വൈദ്യുതി ബോർഡിലെ തൊഴിലാളികൾക്ക് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ലീവ് സറണ്ടർ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കണമെന്നുള്ളത് ഹൈക്കോടതിയുടെ തന്നെ വിധിയാണ്. അത് നടപ്പിലാക്കുവാനാണ് തീരുമാനിക്കുകയും ചില സെക്ഷനുകളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കുവാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കരാറിൽ നമുക്കറിയാം പേ റിവിഷൻ മാത്രമാണ് സേവന മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അമിത ഭാരം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് അടക്കമുള്ള ഒരു വിഷയങ്ങളും ചർച്ച ചെയ്യുവാൻ തയ്യാറായില്ല. കേവലമായ ഒരു പേ റിവിഷൻ മാത്രം നടത്തിക്കൊണ്ട് ആ ശമ്പള പരിഷ്കരണ കരാർ സേവന വേതന കരാറിന് പകരം ഒരു പേ റിവിഷൻ മാത്രമുള്ള ഒരു കരാർ ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കരാറിൽ നമ്മൾ ഒപ്പിടുവാൻ തയ്യാറായില്ല. അതിൽ നമ്മുടെ ഇവിടുത്തെ മാനേജ്മെന്റിലുള്ള ചില ഉന്നതന്മാരെ നിങ്ങളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്താണ് കാര്യം, നിങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പിട്ട് തരുന്നില്ലല്ലോ എന്നുള്ളതാണ് അവരുടെ പരിഭവത്തിന് കാരണം. അവർ പറയുന്നിടത്ത് ഒപ്പിടാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിയനിൽ അംഗങ്ങളായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി. മറിച്ച് ഇവിടെ നടക്കുന്ന തൊഴിലാളി വഞ്ചനകൾ അതിന്ന് ആ തൊഴിലാളി വഞ്ചന ഇന്ന് പുറത്തു പറയാൻ തന്നെ ആരാണുള്ളത്? യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇവിടെ നടക്കുന്ന തൊഴിലാളി വഞ്ചനകൾ ഇന്ന് പുറത്തറിയപ്പെടുന്നത് നമ്മുടെ ഈ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ്. CA റെസല്യൂഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ വിധി വന്നു. സുപ്രീം കോടതിയിലെ വിധി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സെക്ഷൻ ഓഫീസുകളിലും ഡിവിഷൻ ഓഫീസുകളിലും എല്ലാം മധുരം വിതരണം ചെയ്തു. ഇവിടെ കേസിന് പോയ സംഘടനകൾ എന്തായാലും കേസ് യൂണിയനോ കേരള പവർ കേസ് കോൺഗ്രസോ ആ കേസിൽ പോയിട്ടുള്ളവരല്ല. ഞങ്ങൾ ആരും മധുരം വിതരണം ചെയ്യാനും പോയില്ല. അപ്പോ മധുരം വിതരണം ചെയ്ത ആളുകൾ ആ സത്യസന്ധമായിട്ട് ആ വിധിയിൽ എന്താണ് പറയുന്നത്, അത് ആ വിധിയിലൂടെ തൊഴിലാളിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്നത് വിശദീകരിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും വെല്ലുവിളി നടത്തി. പക്ഷെ ആരും മുമ്പോട്ട് വരുന്നില്ല. എന്താ കാര്യം? ആ വിധിയിൽ CA റെഗുലേഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിയിൽ തൊഴിലാളിക്ക് പുതുതായി യാതൊരു നേട്ടം ഉണ്ടാക്കിയില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. 2013 ഒക്ടോബർ 31 ശേഷമുള്ള ആളുകളുടെ പ്രൊമോഷനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയത്തിലൊക്കെ നമ്മുടെ ഈ അംഗീകൃതന്മാർ വിചാരിക്കുന്ന ആളുകൾ സുപ്രീം കോടതിയുടെ വിധി വായിച്ച് മനസ്സിലാക്കുവാനുള്ള ശേഷി, അതിനുള്ള വിദ്യാഭ്യാസമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാകാം ഇത്രയും കള്ളപ്രചരണങ്ങൾ അവരഴിച്ചു വിട്ടത്. കേസ് വിജയിച്ചു എന്നുള്ളൊരു പ്രചാരണം നടത്തിയത് സംസ്ഥാനത്തുടനീളം. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ കുറവ്, ഇവിടെ 10ാം ക്ലാസ് തോറ്റ ആളുകളാണ് വർക്കേഴ്സായിട്ട് വരുന്നതെങ്കിൽ അവരൊക്കെ തന്നെ മതിയായ വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതിൽ പല ആളുകളും 1486 പേര് കേരളത്തിൽ നിരവധി ആളുകൾ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, IQ ക്ലാസ്സായ ആളുകളുണ്ട്. ആ ലിസ്റ്റിൽ 1486 പേര് ജോലിക്ക് കയറിയപ്പോ അതിൽ 715 പേരും SSLC പാസ്സായ ആളുകളാണ്, കരാർ തൊഴിലാളികളിൽ നിന്ന് വന്ന ആളുകൾ. അതുകൊണ്ട് അത്തരം ആളുകളാണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ നേതാക്കന്മാര് അവരുടെ മുമ്പിൽ ചെന്നിട്ട് ഈ സുപ്രീം കോടതി വിധിയെ കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ഈ തൊഴിലാളികളുടെ അറിവില്ലായ്മയും ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള യൂണിയൻ നേതൃത്വങ്ങളാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. KSRTCയുടെ അവസ്ഥ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. KSRTCയിലെ ഒരു മാസം കഴിഞ്ഞ് 22 ദിവസമായിട്ടാണ് ആ സ്ഥാപനത്തിൽ ശമ്പളം വിതരണം ചെയ്യുന്നത്. നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ആളുകളാണ്. അവിടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ തന്നെ, അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ വിഭാഗമാണെങ്കിലും മെക്കാനിക്കൽ വിഭാഗമാണെങ്കിലും
എല്ലാവരും തന്നെ ജോലി ഭാരത്താൽ വലയുന്ന ആളുകളാണ്. അവരെല്ലാം കൂടെ പണിയെടുക്കുന്ന ആളുകളാണ്. ഇവിടെ വാർത്താ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ഭരണകൂടം അവർക്ക് ശമ്പളം കൊടുക്കാത്ത വരുമാനം കുറവായതുകൊണ്ടാണ് എന്നുള്ള പ്രചരണമാണ് നടക്കുന്നത്. ടിക്കറ്റ് വരുമാനം കുറവാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയാൻ തയ്യാറാകണം. ആദ്യമായി മന്ത്രി അടക്കമുള്ള ആളുകൾ, മന്ത്രി ഇന്നലെ പറഞ്ഞു സർക്കാരിന് ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് നമുക്കും ബാധകമായിട്ടുള്ള വിഷയമാണ്. കാരണം ഞങ്ങളെ മന്ത്രിയെ കാണാൻ പോയപ്പോ, നമ്മുടെ മന്ത്രിയെ കാണാൻ പോയപ്പോ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കാര്യം മഹാകഷ്ടമാണ്, 16,000 കോടി രൂപ ബാധ്യതയാണ് നമ്മുടെ സ്ഥാപനം. ഞാൻ കുറച്ചു കഴിയുമ്പോൾ മന്ത്രിസ്ഥാനമൊക്കെ കളഞ്ഞിട്ട് പോകും, പക്ഷെ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുമല്ലോ, നിങ്ങൾക്ക് ശമ്പളം തരാൻ പോലും ഭാവിയിൽ കാശുണ്ടാവില്ല എന്ന് നമ്മുടെ ബഹുമാനായ മന്ത്രി ഞങ്ങളൊരു ഡെലിഗേഷൻ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് KSRTCയെ കുറിച്ച് പറയേണ്ടി വരുന്നത്. KSRTCയിലെ മന്ത്രി പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. തമിഴ്നാട് മന്ത്രി, തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ നമ്മുടെ ഒരു മലയാളം ചാനലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പ്രതിമാസം 200 കോടി രൂപയാണ് തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് തമിഴ്നാട് സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സർക്കാരിന്റെ ബാധ്യതയാണെന്നാണ് മന്ത്രി പറഞ്ഞത്. നമ്മൾ ഓർക്കണം, കേരളത്തിന്റെ പകുതി മാത്രമാണ് അവിടെ ബസ് ചാർജ്, 5 രൂപ മാത്രമാണ് അവിടെ മിനിമം ചാർജ്. ഇവിടെ നമ്മളിപ്പോ 10 രൂപയാക്കിയിരിക്കുകയാണ്. നമ്മുടെ അതായത് തമിഴ്നാടിന്റെ ഇരട്ടി. വനിതകൾക്ക്, സ്ത്രീകൾക്ക് അവിടെ പൂർണ്ണമായ സൗജന്യമാണ്, കുട്ടികൾക്ക് സൗജന്യ യാത്രയാണ്. അപ്പൊ എല്ലാ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും നിന്ന് പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ്. ഇവിടെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. കാരണം ഇവിടെയും നടക്കുന്നുണ്ട്, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ സമരപാതയിലാണ്. കാരണം എന്താണ്? ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഡീയൂണിയനൈസേഷൻ എന്നുള്ള ഒരു അജണ്ട ഇന്ന് വളരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗങ്ങളിലും. അവിടെ സംഘടനകളെ അവരുടെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട് അവരെ പൊളിച്ചെടുക്കുക എന്നുള്ളൊരു മാർഗമാണ് ഭരണാധികാരികൾ ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നിപ്പോ മൂലധന സൗഹൃദ സംസ്ഥാനമായി അല്ലെങ്കിൽ രാജ്യമായി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലവകാശങ്ങൾ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി CPIM-ന്റെ സമ്മേളനത്തിൽ പറഞ്ഞത്, തൊഴിലാളികളെ അവകാശ പോരാട്ടങ്ങളൊക്കെ മതിയാക്കണം, അവര് കർത്തവ്യബോധമുള്ളവരായി മാറണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനുവേണ്ടി യൂണിയനുകൾ വേണ്ട, ഡീയൂണിയനൈസേഷൻ എന്നുള്ള ഗ്ലോബലൈസേഷന്റെ അജണ്ട ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നടപ്പിലാക്കുകയാണ്. കാരണം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ അവർ സംഘടിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വരുന്നു. അതല്ലെങ്കിൽ നിലവിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വരുന്നു. അതിനെ തടയണം, യൂണിയനുകളുടെ ശക്തി ക്ഷയിപ്പിക്കണം. അങ്ങനെ മുതലാളി പറയുന്നത് പോലെ ജോലി ചെയ്യാൻ തൊഴിലാളികൾ തയ്യാറാകണം. അതിനു വേണ്ടിയിട്ട് ഒരു മാതൃകാ സ്ഥാപനം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്താണ് KSWIFT എന്നൊരു സ്ഥാപനം? എന്താണ് KSWIFT? KSRTCയിലെ ഭാഗമായിട്ടുള്ളൊരു സ്വതന്ത്ര കമ്പനിയാണ്. ആ കമ്പനിയുടെ പ്രത്യേകത എന്താണ്? അവിടെ സ്ഥിരം ജീവനക്കാരും തന്നെ ഇല്ല. എല്ലാ ആളുകളും കോൺട്രാക്ട് ആണ്, പേഴ്സണൽ കോൺട്രാക്ട്. ഓരോരുത്തരും മാനേജ്മെന്റുമായി എഗ്രിമെന്റ് സൈൻ ചെയ്തുകൊണ്ട് വേണം അതിൽ ജീവനക്കാരായി മാറുവാൻ. സ്ഥിരം ജീവനക്കാരും തന്നെ ഇല്ല. ഒരു വശത്ത് നമ്മൾ കഴിഞ്ഞ മാർച്ച് 28, 29 തീയതികളിൽ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തി. നമ്മളടക്കമുള്ള ആളുകൾ എന്തായിരുന്നു ഡിമാൻഡ്? കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ്, തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡ് പിൻവലിക്കണം. ആ ലേബർ കോഡിലെ വ്യവസ്ഥകൾ ഇവിടെ നടപ്പിലാക്കുന്നു കേരള സർക്കാർ. ഇതിനാണ് നമ്മൾ ഇരട്ടത്താപ്പ് പറയുന്നത്. KSWIFT-ൽ ഹയർ ആൻഡ് ഫയർ പോളിസി നടപ്പിലാക്കുന്നു. തൊഴിലാളിയെ അവന്റെ കയ്യിൽ 30,000 രൂപ ഡിപ്പോസിറ്റ് വാങ്ങിയിട്ട് അവൻ ഏത് നിമിഷവും പറഞ്ഞു വിടാം, അവന് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. ഈ രീതിയിലുള്ള തൊഴിൽ നയം, ഗ്ലോബലൈസേഷന്റെ തൊഴിൽ നയം ഈ കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ KSRTC സ്വിഫ്റ്റിൽ നടപ്പിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് CIT ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് എതിർക്കുന്നതെങ്കിൽ, AQC എതിർക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, നിങ്ങൾ KSWIFT-ലെ ഈ പുതിയ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ നയത്തെ എതിർക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് അവിടെ കൊണ്ട് തീരില്ല സുഹൃത്തുക്കളെ. നമ്മളിലേക്ക് വരികയാണ് KSWIFT
സംരംഭകർക്ക് നൽകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെയും ഒരു വശത്ത് സ്വകാര്യവൽക്കരണ നയങ്ങളുമായി നമ്മുടെ ഭരണാധികാരികൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ KSE-യെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണെന്ന് പൊതുവിൽ തൊഴിലാളി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ. അതുകൊണ്ട് അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നമ്മുടെ ഈ റഫറണ്ടത്തെ കാണണം. അതെ, നമ്മുടെ INUC-യുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ VR പ്രതാപ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഈ റഫറണ്ടം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നാളുകളിൽ അതിശക്തമായ ഒരു തൊഴിലാളി പ്രക്ഷോഭം വളർത്തിയെടുക്കുന്നതിനും തൊഴിലാളികളുടെ വിഷയങ്ങൾ മാനേജ്മെന്റിന് മുമ്പിൽ ഉന്നയിക്കുന്നതിന് അതായത് പുറത്തു നടക്കുന്ന തൊഴിലാളികളുടെ പ്രക്ഷോഭത്തിന്റെ ആ മുദ്രാവാക്യങ്ങൾ മാനേജ്മെന്റിന്റെ തലത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഈ റഫറണ്ടത്തിൽ നമ്മൾ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റഫറണ്ടത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മുടെ ഈ മുന്നണിയെ കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ്, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ എന്നീ സംഘടനകൾ ചേർന്നുകൊണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ നമ്പർ 1-ൽ മത്സരിക്കുകയാണ്. ഈ നമ്പർ 1-ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണം. ഈ റഫറണ്ടത്തിൽ ഒന്നാം നമ്പറായിട്ട് തന്നെ വരണം, ഒന്നാമതായിട്ട് തന്നെ വരണം. അത് നമ്മുടെ ഈ വ്യവസായത്തിൽ വൈദ്യുതി മേഖലയിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ റഫറണ്ടത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ 1-ന് വോട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഈ സ്ഥാപനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ നമ്മുടെ ഈ മുന്നണിക്ക് വളരെ ജനാധിപത്യപരമായി മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുന്നണിക്ക് 1-ാം നമ്പറിൽ വോട്ട് ചെയ്യണമെന്ന് അവരോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവരോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തരമൊരു സാഹചര്യം നമുക്ക് ഇവിടെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. 28-ാം തീയതി നടക്കുന്ന ഈ റഫറണ്ടത്തിൽ നമ്മുടെ 1-ാമത് വരാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കേണ്ടതുണ്ട്. ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ INUC-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VR പ്രതാപ സാറിനെ ക്ഷണിക്കുക. ഏറ്റവും പ്രിയനായ അധ്യക്ഷൻ ശ്രീ വേളമണി, ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ ദീർഘകാലമായി സക്രിയവും സജീവമായി നിൽക്കുന്ന നമ്മുടെ പ്രിയനായ ശ്രീ K സദാനന്ദൻ, ശ്രീ നെയ്യാറ്റിൻകര തൊട്ടി, ശ്രീ സിദ്ദീഖ്, പ്രിയപ്പെട്ട ശ്രീമതി നസൂറ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, വൈദ്യുതി ബോർഡ് കേരള രാഷ്ട്രീയത്തിലെക്കാലവും ഇടവേളകളിൽ ചർച്ചകൾ കൊടുപ്പിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നതിലുപരി സംസ്ഥാനത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരും സമ്പന്നരും ഇടത്തരക്കാരുമൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്ന ജനങ്ങളുമായി ഏറ്റവും അധികം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സ്ഥാപനവും ജീവനക്കാരും അടങ്ങിയതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അതുകൊണ്ട് തന്നെ പൊതുവായ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ മണ്ഡലത്തിൽ തൊഴിലാളി മേഖലയിലൊക്കെ തന്നെ ഈ സ്ഥാപനവും ഇവിടുത്തെ ജീവനക്കാരും ഇവിടെ ഉയരുന്ന പ്രശ്നങ്ങളുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊക്കെ ഇടവയ്ക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. സമീപകാല ഭാവിയിൽ സമീപ ദിനങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒട്ടേറെ ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമൊക്കെയുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാനേജ്മെന്റും ജീവനക്കാരും തമ്മിൽ, ഗവൺമെന്റും തൊഴിലാളികളും തമ്മിലുള്ള ചർച്ചകൾക്കും വൈദ്യുതി ബോർഡിന്റെ നിലനിൽപ്പിനുമൊക്കെ തന്നെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന യൂണിയനുകളെയും യൂണിയനുകളുടെ നേതാക്കന്മാരെയും കണ്ടെത്തി അവരെ ഹിതപരിശോധനയിലൂടെ തിരഞ്ഞെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിന്റെ മണിക്കൂറുകളിലാണ് നമ്മളിവിടെ സമ്മേളിച്ചത്. ഇവിടെ സംയുക്ത സമര മുന്നണിയായി മത്സരിക്കുന്ന ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ വിവിധ സംഘടനകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ
വ്യത്യസ്ത തലത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വൈദ്യുതി ബോർഡ് ശക്തമായി നിലനിൽക്കണമെന്നും അവിടുത്തെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കണമെന്നും താല്പര്യപ്പെടുന്ന യൂണിയനുകളും അതിൻ്റെ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത്തവണ ഈ റഫറണ്ടത്തെ ഹിതപരിശോധനയെ നേരിടുന്നത്. മറ്റ് സംഘടനകളുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച്, അവരുടെ ഇടപെടലുകളെക്കുറിച്ച്, അവരുടെ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ എടുക്കുന്ന സമീപനങ്ങളെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയിൽ, വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിൽ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്ക് സമാധാനപരമായി വളരെ വിവേകപൂർണമായി അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ സജീവമായി മുന്നണി പ്രവർത്തകരായി നിൽക്കാനും ഒക്കെയുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ യോജിക്കാവുന്ന എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഹിതപരിശോധനയെ സമീപിക്കുന്നത്. ഞങ്ങൾ പുറപ്പെട്ട് തീർച്ചയായും ഈ ഹിതപരിശോധനയിൽ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് യൂണിയനെ, ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട വിജയം ഉണ്ടാകും എന്ന കാര്യം തർക്കമില്ല. സമീപകാലത്ത് KSRTCയിൽ നടന്ന ഒരു ഹിതപരിശോധന നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന മറ്റൊരു സ്ഥാപനമാണ്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഭരണത്തെ അനുകൂലിക്കുന്ന, ഭരണത്തിനോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകൾക്ക് അവിടെ ഉണ്ടായ ചോർച്ച ചെറുതല്ല. വലിയ തോതിലുള്ള ചോർച്ചയാണ് കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഹിതപരിശോധനയിൽ ഉണ്ടായത്. അവിടെ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന സംഘടനയിൽ നിന്ന് 10% വോട്ടുകളാണ് കഴിഞ്ഞ ഹിതപരിശോധനയുടെ ചോർന്നുപോയി മറ്റൊരു സംഘടനയ്ക്ക് നേടിയെടുക്കാനായത്. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആ ചോർന്നുപോയ വോട്ടുകൾ ചെന്ന് ചേർന്ന മേഖല, അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ ഒരുമിച്ച് നിൽക്കുന്ന സംഘടനകൾ, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, നേതാക്കന്മാർ എന്നിവരെ കുറിച്ചെല്ലാം നല്ല ധാരണ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്കുണ്ട് എന്നുള്ളതുകൊണ്ട് നല്ല ഉറപ്പുണ്ട്. ഒന്നാമതായി നിൽക്കുന്ന സംഘടനയിൽ നിന്ന് ചോരുന്ന വോട്ടുകൾ, നിരവധി ആളുകൾ ആ സംഘടനയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടെ യോജിക്കാൻ കഴിയാത്ത ആളുകൾ, അവരുടെ നിലപാടുകളോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ആളുകൾ, അവരൊക്കെ തന്നെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകുന്നില്ലെങ്കിലും അവർ മനസ്സുകൊണ്ട് അവരുടെ മനസ്സമ്മതം തീർച്ചയായും ഈ മുന്നണിക്ക് കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും വിജയിച്ചു വരാൻ കഴിയുന്ന, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. INTUC സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിനകത്ത് യാതൊരു ആശങ്കയുമില്ല. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ ഉന്നതമായ വിജയം നേടി ഹിതപരിശോധനയിൽ വൈദ്യുതിയുമായി ഏറ്റവും മെച്ചപ്പെട്ട സംഘടനയിൽ മാറുമെന്ന തർക്കമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന INTUC ഇവിടെ മറ്റ് പലതരത്തിലുള്ള ചർച്ചകളും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പല ബോർഡുകളിലും ഉയരുമ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന INTUC ഓൺലൈനിൽ സമ്മേളിക്കുകയും INTUC സംസ്ഥാന കമ്മിറ്റിയുടെ പരിപൂർണമായ പിന്തുണ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയനെ പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയും അതിനാവശ്യമായ സർക്കുലർ ഇന്നലെ രാത്രിയിൽ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലാ കമ്മിറ്റികളോടും INTUCയുടെ എല്ലാ തരങ്ങളിലുള്ള പ്രവർത്തകരോടും ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നത് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം ജില്ലാ INTUCയുടെ പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാനും ഈ യോഗത്തിൽ പങ്കെടുത്ത് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായും വിജയം സുനിശ്ചിതമാണ്. വിജയകരമായ നേട്ടം നമുക്കുണ്ടാക്കിയെടുത്ത് ഈ ഹിതപരിശോധനയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതുവഴി വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വൈദ്യുതി ബോർഡിന്റെയും ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയും. പ്രവർത്തിക്കുന്ന സംഘടന, പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അച്ചടക്കമുള്ള പ്രസ്ഥാനമായി ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ മാറുന്നു. ഹിതപരിശോധന നമുക്ക് വിജയിക്കാനാവും. INTUCയുടെ എല്ലാ പിന്തുണയും ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ഈ ഇന്നത്തെ യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ പവർ വർക്കേഴ്സ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ പ്രദീപ് നെയ്യാറ്റിൻ്റെ സാറിനെ ബഹുമാന പുരസ്സരം. ബഹുമാന്യ അധ്യക്ഷൻ, ഈ യോഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ലോകത്തിലെ 1-ാം നമ്പർ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, ഞാൻ 1-ാം നമ്പർ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം മാത്രമേ ഈ ലോകത്ത്, അത് INTUC. ആ INTUCയുടെ
ആരാധനായ അഖിലേന്ത്യാ അധ്യക്ഷൻ ഡോക്ടർ ജി സഞ്ജീവ റെഡ്ഡിയുടെ കീഴിൽ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തെ INTUCയുടെ സമരാരാധന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുക്കുന്ന കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് KSCBയിലെ അഫിലിയേറ്റഡ് ട്രേഡ് യൂണിയൻ സംഘടന. ഇവിടെ ഞാനത് എടുത്തു പറയുവാൻ കാരണം INTUCയുടെ പിന്തുണ INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരം ഈ തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ ജില്ലയുടെ സമരാരാധന അധ്യക്ഷൻ ശ്രീ VR പ്രതാപൻ അവർ പ്രഖ്യാപിച്ചു. ഒരു സംഘടനയുടെ നാമനിർദ്ദേശ പത്രിക എങ്ങനെയൊക്കെ സ്വീകരിക്കാതിരിക്കാമെന്നതിന് കൃത്യമായ ഗൂഢമായ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ചില ഇടതു വലത് സംഘടനകളോടൊപ്പമുള്ള വിമതന്മാർ INTUC എന്നും തകർക്കാൻ, എക്കാലവും കോൺഗ്രസിനെ തകർക്കാൻ ഇവിടെ ഗൂഢശക്തികളായി ഇടതുപക്ഷ സംഘടനയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ഒരു തൊഴിൽ വകുപ്പിൽ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതെന്നത് വ്യക്തമാക്കുന്നതാണ് അവിടെ നിന്നിറങ്ങുന്ന മിനിറ്റ്സുകൾ. ഞാനത് പറയാതെ പോകുന്നത് ശരിയല്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് തൊഴിൽ വകുപ്പിൽ നിന്നൊരു മിനിറ്റ്സ് ഇറങ്ങി. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടുത്തെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും ലേബർ ഓഫീസിന് നേരെ വിരൽ ചൂണ്ടി. ഇടതുപക്ഷ സംഘടന വർക്കേഴ്സ് അസോസിയേഷന്റെ നിലപാടാണ് ഈ വ്യവസായത്തിന്റെ നിലപാടെന്ന് ഒരു വകുപ്പ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മിനിറ്റ്സ് പുറത്തിറക്കി. എന്തായിരുന്നു ആ മിനിറ്റ്സ്? വൈദ്യുതി ബോർഡിലെ തൊഴിലാളികൾക്ക് പ്രൊമോഷൻ നൽകാൻ CIQ മാത്രം ആവശ്യപ്പെട്ടു. അതിനെ അവിടെ പങ്കെടുത്ത മുഴുവൻ ട്രേഡ് യൂണിയനുകളും അതിനെ എതിർത്തു. ആ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മിനിറ്റ്സ്. അന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളും പറഞ്ഞു ഈ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഈ മിനിറ്റ്സ് ആർക്കു വേണ്ടിയാണെന്ന്. ഇത് ആദ്യമൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ അനുഭവം ഇതിനു മുമ്പുമുണ്ട്. തൊഴിൽ വകുപ്പ് ഇതിനു മുമ്പും വൈദ്യുതി ബോർഡിൽ ചിലർക്കൊക്കെ മാത്രമേ അംഗീകാരമുള്ളൂ എന്ന് ഉത്തരവുകൾ ഇറക്കിയ പാരമ്പര്യം. അതുകൊണ്ട് ഈ സംഘടനയെ ആർക്കൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ സംഘടനാ നേതൃത്വത്തെയും തിരഞ്ഞു പിടിച്ചാക്രമിക്കുന്നതെന്ന് ഈ വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ. കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് INTUC തങ്ങളുടെ നിലപാട് തുടക്കം മുതലേ പറഞ്ഞതാണ്. ഞങ്ങൾ ഇതിനകത്ത് ഒരു സംയുക്ത മുന്നണിയുടെ നേതൃത്വത്തിലാണ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. ഞങ്ങൾ നിലപാടുകളിലൊന്നും വെള്ളം ചേർത്തിട്ടില്ല. അങ്ങനെ ഒരു സംയുക്ത സമര മുന്നണിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞ 7 മാസമായി കൃത്യമായ ഹോംവർക്കോടെ ഇവിടത്തെ 1-ാം നമ്പർ പിടിച്ചെടുക്കുവാൻ ഞങ്ങൾ നടത്തിയ ആ നീക്കങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒന്നായി നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്നു. INTUC എന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനൊരു നിലപാടുണ്ട്. ഇന്ത്യയിലെ ഭരണം ആരെന്ന് നോക്കിയിട്ടല്ല INTUC സമരം നടത്തിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. UPA സർക്കാർ ഭരിക്കുമ്പോഴും NDA സർക്കാർ ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും INTUC സമരമുഖത്ത് നെഞ്ചു വിരിച്ചു നിന്നിട്ടുണ്ട്. അതെന്താ? തൊഴിലാളി താല്പര്യം സംരക്ഷിക്കുക, തൊഴിൽ സ്ഥാപനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ. അവിടെ INTUC അങ്ങനെ ഒരു സംയുക്ത ട്രേഡ് യൂണിയൻ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഡോക്ടർ ജി സഞ്ജീവ റെഡ്ഡിയുടെ നിർദ്ദേശം കേരളത്തിലും നടപ്പിലാക്കുമ്പോൾ കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ
ഇവിടുത്തെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രക്ഷോഭത്തിൽ എളമരം കരീമുമായി വേദി പങ്കിടുന്നു, അദ്ദേഹവുമായി ചായ കുടിക്കുന്നു. അതുകൊണ്ട് ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPI CI2-ന്റെയും ബി ടീമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചിലർ ഈ കൊടിയും പിടിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ചന്ദ്രശേഖരൻ ചെയ്തത് വലിയ തെറ്റാണെങ്കിൽ, അങ്ങനെ ചായ കുടിച്ചതും സംയുക്ത പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതും വലിയ തെറ്റാണെങ്കിൽ, ശ്രീ പിണറായി വിജയനുമായി വിരുന്നു സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്ന ഏത് കോൺഗ്രസ് നേതാവും ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തെറ്റല്ലേ? അവരെ നമുക്ക് അങ്ങനെ ആക്ഷേപിക്കാൻ കഴിയും. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച് പിണറായി വിജയനെ ക്ഷണിച്ചു പോയാൽ പിണറായി വിജയനുമായി ഇരുന്നത് കൊണ്ട് VD സതീശൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? പ്രതിപക്ഷ നേതാവിന് ചിലപ്പോഴൊക്കെ ചില തെറ്റുകൾ പറ്റിയിരിക്കാം. ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് INTUC-കാരൊന്നും കോൺഗ്രസ്സുകാരല്ല എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടാകാം. അതൊക്കെ അദ്ദേഹം തെറ്റുകൾ തിരുത്തിയതാണ്. INTUC-യെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കോൺഗ്രസിനും ഒരു കോൺഗ്രസ്സുകാർക്കും നമുക്ക് ഒരു വ്യവസായത്തിൽ നിൽക്കാൻ കഴിയില്ല, ഈ രാജ്യത്ത് നിൽക്കാൻ കഴിയില്ല. പിന്നെ അത്തരം കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഒരു വീഡിയോ ആണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന ആളിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാം, KPCC-യുടെ തീരുമാനം, KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരന്റെ തീരുമാനം, ആ തീരുമാനം എന്താണെന്ന് INTUC നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഞാനും പങ്കെടുത്ത, ശ്രീ ധനപാലനും പങ്കെടുത്ത, ഞങ്ങൾ സംയുക്തമായി പങ്കെടുത്ത വേദിയിൽ KPCC പ്രസിഡന്റ് തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ആരോടൊപ്പമാണെന്നും, പക്ഷേ പാർട്ടി നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നത് ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അതെന്താണ്, അത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനും അതിനെ പക്ഷേ തരംതിരിച്ച് അദ്ദേഹത്തെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് തത്തമ്മ പൂച്ച എന്ന് അവതരിപ്പിക്കുക. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ശ്രീ ധനപാലൻ സാറിന്റെ MLA ആണ് ശ്രീ VD സതീശൻ. MLA സ്വന്തം മണ്ഡലത്തിലെ വോട്ടർ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ വോട്ടറോടൊപ്പം ഇവിടെ വരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പഠിപ്പിച്ചത് രസകരമാണ്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, സാർ കാര്യം പറഞ്ഞു. സാർ പറഞ്ഞെന്തെന്നറിയാം, ശ്രീ ധനപാലൻ സാർ അദ്ദേഹം പറഞ്ഞത് 24% വോട്ട് നേടിയ കഴിഞ്ഞ റഫറണ്ടത്തിലെ സംഘടനയാണ് ഞങ്ങൾ. ശ്രീ പ്രദീപ് അന്ന് നേടിയത് 2.2%. എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങളോട് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഈ വൈദ്യുതി ബോർഡിലെ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് ഞാൻ പരസ്യമായി പകൽ വെളിച്ചത്തിൽ ചോദിക്കുകയാണ്, നെയ്യാറ്റിങ്കര പ്രദീപ് ഉയർത്തിപ്പിടിച്ച കൊടി ഏതാണെന്നും കഴിഞ്ഞ റഫറണ്ടത്തിൽ നെയ്യാറ്റിങ്കര പ്രദീപ് എങ്ങനെയാണ് ആർജവത്തോടെ നയിച്ചതെന്നും പ്രദീപ് എങ്ങനെ നയിച്ചു, നിങ്ങളെ 2.2%-ത്തിലാണോ കൊണ്ടെത്തിച്ചതെന്നും ഇവിടുത്തെ തൊഴിലാളികൾ പരിശോധിക്കണം. ആടിനെ പട്ടിയാക്കാം, പേപ്പട്ടിയാക്കരുത്. അകത്തളങ്ങളിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ പോയിരുന്ന് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്.
ഞാൻ പിടിച്ച കൊടി MS റാവുത്തറുടെ മക്കളാണ്, ചെറുമക്കളാണ്, കുട്ടികളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിൽ ഇവിടെ പോസ്റ്റുകൾ ഇടുന്നു. ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഇത്തരക്കാരുടെ ഇത് തിരുവനന്തപുരം ജില്ലയിൽ ഇറങ്ങിയ നോട്ടീസാണ്. ഇതിലാരായിരിക്കുന്നത്? MS റാവുത്തർ. അതേസമയം ഇതേ നോട്ടീസ് എറണാകുളത്തും തൃശൂർ ജില്ലകളിൽ ഇറങ്ങുമ്പോൾ അതേ നോട്ടീസിൽ എവിടെയാ MS റാവുത്തർ? എവിടെയാണ് MS റാവുത്തർ? പറയണം, നിങ്ങൾ കാണണം അത്. കാരണം ഇവനെയൊക്കെ തിരിച്ചറിയണം. MS റാവുത്തർ എവിടെയാണ്? സ്വന്തം, ഞാനിതിന് ഭാഷ വേറെ പറയണം, നല്ല പറക്കണം. പാവപ്പെട്ട അദ്ദേഹത്തിന്റെ ഫോട്ടോ തരാതരം പോലെ പല ജില്ലകളിലും കൊണ്ടുവച്ച് അദ്ദേഹത്തെ നാണം കെടുത്തുന്നു, മരിച്ചതിന് ശേഷം അപമാനിക്കുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് 4 വോട്ടിന് വേണ്ടി എന്തും ഏതും. ഇതാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനം. ഇതാരാ? MS റാവുത്തറാണോ പഠിപ്പിച്ചത് ഇവരെ? ഞാനിത് പറയാൻ കാര്യം, ഓരോ കാര്യങ്ങളിലും ഇതാണ് ഇവിടെ നടന്നു വരുന്നത്. 2016 സമരത്തിൽ ഈ വ്യവസായത്തിലെ മസ്ദൂർമാർക്ക് വേണ്ടി അതിശക്തമായ പോരാട്ടം നയിച്ച് ഞാനും ഷാഫിയും അടക്കമുള്ളവരൊക്കെ നമ്മൾ സസ്പെൻഷൻ വാങ്ങിച്ചു, ഇല്ലേ? ഞങ്ങൾ 10-12 പേര് സസ്പെൻഡ് ചെയ്തു. നിങ്ങൾക്കറിയാമോ, ആ സമരത്തിൽ മുൻപന്തിയിൽ നിന്നതാരാ? ഈ സംഘടനയെ നയിച്ചതാരാ? ഇവിടെ വൈദ്യുതി ബോർഡിന്റെ അകത്തളത്തിൽ ഇന്നും വളരെ സുഖശീതള ഛായയിലിരിക്കുന്ന ചിലരുണ്ട്. സർവീസിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നവരുമുണ്ട്. അവരുടെയൊന്നും ദേഹത്ത് ഒരു പോറലുമേറ്റില്ല. 6 വർഷക്കാലം ഞങ്ങൾ കേസ് പറഞ്ഞു. ഞങ്ങളുടെ പേരിൽ എടുത്ത കേസ് എന്താ? ഇവിടുത്തെ ഇടതന്മാർ, ആ ഇടതന്മാർക്ക് ഞങ്ങളുടെ പേരിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ FIR ചാർജ് ചെയ്ത് കൊടുത്തത് സ്ത്രീ പീഡനമാണ്. എന്നെ 1-ാം പ്രതിയാക്കി സ്ത്രീ പീഡനത്തിന് കേസ് ചാർജ് ചെയ്തു. ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തു. 6 വർഷം കോടതി കയറി ഇറങ്ങി. എവിടെ ഉണ്ടായിരുന്നോ നീയൊക്കെ? ഇവിടെ പോലീസ് രാജ് സംവിധാനം പറഞ്ഞ് ഇളക്കി മറിക്കുമ്പോൾ, എടോ ഇടതന്മാരെ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, 2016 നീ കാട്ടിക്കൂട്ടിയത് എന്താണ്? എന്തർഹതയുണ്ട് നിനക്ക്? ഈ സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന, എന്നോടൊപ്പം കൊടിപിടിച്ചു നിന്ന അവരെ, എന്നെ ഒറ്റുകാരന്മാർ, യൂദാസുകൾ, അന്നത്തെ CI2-ന്റെയും OA-യുടെയും നേതൃത്വവുമായി രാത്രിയുടെ യാമങ്ങളിൽ അന്തി ഉറങ്ങിക്കൊണ്ട് ഞങ്ങളെ ബലിയാടാക്കി. നീയൊക്കെ ഇന്നും ഇവിടെ അംഗീകൃതരെന്ന് പറഞ്ഞ് ഒരു മുന്നണിയുടെ പേരിൽ വോട്ട് ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാമോ? 2015 ഒക്ടോബർ 20 റഫറൻഡം നടന്നപ്പോൾ അന്ന് മുന്നണിയെ, എനിക്ക് അഭിമാനമുണ്ട്, UDF എന്ന മുന്നണിയെ നയിച്ച ആ ആർജവത്തോടെ ഞാൻ പറയുകയാണ്, ഇന്നിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ അന്ന് ആ മുന്നണിക്ക് വേണ്ടി ഒരു വോട്ട് ചോദിക്കുവാനോ, അതിനുവേണ്ടി മഴ കൊള്ളാനോ വെയിൽ കൊള്ളാനോ രാത്രികളെ പകലാക്കാനോ നിങ്ങൾ ആരെങ്കിലും ഇത്തരക്കാരെ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഈ വ്യവസായത്തിനകത്ത് വർഗീയത്തിന്റെ വിഷം വിതച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു മാനങ്ങളും നോക്കാതെ ട്രേഡ് യൂണിയനെ പൂർണ്ണമായും ജാതിമത വർഗ സംഘടനകൾക്ക് അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു പാരമ്പര്യത്തിന് നീയൊക്കെ തുടക്കം കുറിച്ചു. അതാ നീ ചെയ്തത്. ഞങ്ങൾ മതേതരത്വം എന്താണെന്ന്, സെക്കുലറിസം എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ള ഞങ്ങൾ
KPCC-യും INTUC-യും എടുത്ത നിലപാട് അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ്. KPCC പ്രസിഡന്റ് K. സുധാകരനും INTUC-യും എന്തിന് ശ്രീ KP ധനപാലനും ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനം കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ, കഴിഞ്ഞ ഞായറാഴ്ച മറക്കാൻ പറ്റുമോ ശ്രീ ധനപാലൻ സാറ്? KPCC എന്താ സാറിനോട് പറഞ്ഞു? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇതിനെ 3-4 ആരാ ഇതിനെ യോജിപ്പിക്കാൻ ശ്രമിക്കാത്തത്? ആരാ അത് കുറിച്ചത്? എപ്പോഴും എന്നും തന്റേതായ സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ ഉയർത്തിയത് സർവീസിൽ നിന്ന് വിരമിച്ചാൽ പുറത്തു പോകണം, ആരുടെയെങ്കിലും പേരിൽ അറിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ വ്യവസായത്തിൽ CIQ എന്നും AITUC എന്നുമൊക്കെ BMS എന്നുമൊക്കെ അവര് പറയുമ്പോൾ ഞങ്ങൾക്കുമില്ലേ ഒരു അഭിമാനം? INTUC എന്നറിയപ്പെടാൻ അത് ഞങ്ങളുടെ റൈറ്റ് അല്ലേ? ഇത് കാലാകാലങ്ങളായി ശ്രീ രാമചന്ദ്രൻ വിഭാഗം, റാവുത്തർ വിഭാഗം, സജീവിതനാർത്ഥൻ വിഭാഗം, DK രവി വിഭാഗം, ഷാഹുൽ ഹബീബ് വിഭാഗം, സിബിക്കുട്ടി വിഭാഗം, പ്രദീപ് റയ്യാറ്റിക്കര വിഭാഗം ഒരിക്കൽ പോലും ഇതിനെ INTUC-യുടെ ലേബലിൽ INTUC എന്ന് ഈ മാനേജ്മെന്റ് ചർച്ചകളിൽ വിളിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങൾ പടക്കിറങ്ങിയതാണോ? ഞങ്ങൾ ചെയ്ത തെറ്റ് ഒരിക്കലും INTUC അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? INTUC അംഗീകരിച്ചാൽ INTUC-യുടെ നിലപാടുകൾ അംഗീകരിക്കേണ്ടി വരും. വളരെ വ്യക്തമായ ഒരു കേഡർ സംവിധാനമാണ്. അതാണ് INTUC. കഴിഞ്ഞ 10-12 വർഷം മുമ്പുള്ള INTUC അല്ല ഇത്. ഇന്ന് കേരളത്തിൽ ഏത് മുക്കിനും മൂലയിലും പോയാൽ ഇവിടത്തെ ഏറ്റവും വലിയ തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന CIQ-നോടൊപ്പം കിടപിടിച്ചു നിൽക്കാനുള്ള കരുത്തും ആർജവുമുള്ള ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. അതാണ് INTUC. ഞങ്ങൾക്ക് ഈ വ്യവസായത്തിൽ നിന്ന് പടിയിറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പു തരാം. ഇവിടെ നിന്ന് പടിയിറങ്ങുന്നതിന് മുമ്പ് ഈ വ്യവസായത്തിൽ INTUC എന്ന പേര് എഴുതി ചേർത്തിട്ട് പ്രദീപനയാറ്റിക്കരെ പടിയിറങ്ങൂ എന്ന കാര്യം ഓർത്താൽ നന്ന്. അത് ഏവൻ വിരമിച്ച് വെളിയിലിരുന്ന് എന്തൊക്കെ വൃത്തികേട്, ഒരുപാട് വൃത്തികേടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിനക്കൊക്കെ പറ്റിയ എത്ര നാറിയാളികളും നീ കളിക്കും. പക്ഷേ അതിന്റെ മുമ്പെയൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ പൂസാതെ നെഞ്ചു വിരിച്ചു നിന്ന ആ പാരമ്പര്യമുള്ള ഞങ്ങളെ വരുന്ന 5 ദിവസവും കാണിച്ചു വിരട്ടാമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്തൊക്കെ കാണിച്ചാലും നെഞ്ചിനെ നേർക്ക് അത് ഏറ്റുവാങ്ങി അവസാന ശ്വാസം വരെ ഇവിടുത്തെ അനീതിക്കും അഴിമതിക്കുമെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും. 28-ന്റെ റഫറൻഡം, ആ റഫറൻഡം എന്ന് പറയുന്നത് നീതിയുടെ പക്ഷത്തായിരിക്കും, ന്യായത്തിന്റെ പക്ഷത്തായിരിക്കും. തർക്കം വേണ്ട. ഞാൻ ഇടതുപക്ഷ സംഘടനയോട് ചോദിക്കട്ടെ, നിങ്ങളൊരു പ്രൊമോഷന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ കൊടുക്കും, ഇന്ന് കൊടുക്കും, ഉടനെ കൊടുക്കും, നാളെ കൊടുക്കും, നാളെയാണ്. നിങ്ങളെ ആരാ ഈ ലോട്ടറി കച്ചവടം പഠിപ്പിച്ചത്? നിങ്ങൾക്ക് ലോട്ടറി യൂണിയനുള്ള എനിക്കറിയാം. 18 കൊടുക്കും, 19 കൊടുക്കും, 20. എടോ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി, ആ വിധി എന്താ? By no stretch of imagination can be protected employees who were engaged by KUCPL after 31/10/2013. 3 മണി വരെ സമയമുണ്ട് നമുക്ക്. 31/10/2013. 31/10/2013 ശേഷം സർവീസിൽ കയറിയവരുടെ പ്രൊട്ടക്ഷൻ സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയി വിധി വാങ്ങിച്ചിട്ട് വന്ന മന്നന്മാരാണ് ഈ സംഘടന.
ഞങ്ങളിപ്പോഴും 2018 മുതൽ പറഞ്ഞ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നു. കോടതികളിലൂടെ ഇതിന് പരിഹാരം കിട്ടില്ല, ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കണം, തീർക്കാം. ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, 24 മണിക്കൂറിനകം ഇവിടുത്തെ മസ്തൂർമാർക്ക് പ്രൊമോഷൻ കൊടുക്കാം. നിങ്ങൾക്കും അതറിയാം എന്താണ് അതിനുള്ള മരുന്നെന്ന്. പക്ഷേ നിങ്ങളുടെ ഈഗോ അങ്ങനെ ഒരു മരുന്നാണ് ഇപ്പൊ പ്രയോഗിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും 3 വർഷം മുമ്പ് എന്തുകൊണ്ട് ഈ പ്രൊമോഷൻ കൊടുത്തില്ല എന്ന് തൊഴിലാളികൾ ചോദിക്കും. അങ്ങനെയെങ്കിൽ പ്രദീപും കൂട്ടരും പറഞ്ഞതല്ലേ ശരി, അത് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കും? വൈകിപ്പോയി. നിങ്ങളിപ്പോൾ പ്രൊമോഷനെ തള്ളി കൊണ്ടുപോകും. നിങ്ങൾക്ക് 25-ാം തീയതി പ്രൊമോഷൻ കൊടുത്താൽ കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് 28 കഴിഞ്ഞേ വരും. അതിനു മുമ്പ് വോട്ടങ്ങ് കഴിയും. 20-ാം തീയതിക്ക് മുമ്പ് കൊടുത്താൽ 28-ന് മുമ്പ് സ്റ്റേ വരും. എങ്കിൽ വോട്ടില് വെറും വോട്ടയായി മാറും. അതല്ല പിന്നെ എന്താ പ്രൊമോഷനെ വെച്ച് കളിക്കുന്നത്? പ്രൊമോഷൻ കൊടുക്കാൻ എന്താ മരുന്നെന്നുള്ളതും അവരുടെ പ്രൊമോഷൻ ഒരു നിയമക്കുരുക്കിലും പെടാതെ കൃത്യമായി കൊടുക്കാൻ കഴിയുമെന്നും വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുമുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. അത് ഞങ്ങൾ പല വേദികളിലും പല ഉന്നതങ്ങളിലും കൃത്യമായി പറഞ്ഞതാണ്. എന്തേ നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല? അതിന്റെ അർത്ഥം മസ്തൂർമാരെ എന്നും മസ്തൂർമാരായി നിർത്തണമെന്ന നിങ്ങളുടെ സാക്ഷ്യം 1998-ൽ അങ്ങനെ ഒരു തീരുമാനവുമായാണ് നിങ്ങൾ തുടങ്ങിയത്. ആ തീരുമാനത്തെ അട്ടിമറിച്ചത് 2001-ലെ UDF ഗവൺമെന്റാണ്. അതിന് ആ തടസ്സം അതിനെന്നേക്കുമായി അന്ത്യം കുറിക്കാൻ നിങ്ങൾ CA റെഗുലേഷൻ പറയാം. അതല്ലാതെ ഈ പ്രൊമോഷൻ നിങ്ങൾ സുപ്രീം കോടതി വിധിയെ അതിനെ മാത്രം എടുത്ത് കാട്ടിക്കൊണ്ടാണ് നിങ്ങൾ ഓരോ സ്ഥലത്തും പ്രൊമോഷന് വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം, സുപ്രീം കോടതി വിധി എടുത്ത് കാട്ടിക്കൊണ്ടിരുന്ന ഈ പ്രൊമോഷൻ നടക്കില്ല. അത് സംശയം. നിങ്ങൾ താൽക്കാലിക പ്രൊമോഷൻ, ടെമ്പററി, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ചെയർമാൻ അധികാരം ഏറ്റെടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങളെ വിളിച്ചു ചേർത്ത് താൽക്കാലിക പ്രൊമോഷൻ നൽകാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ സമ്മതിച്ചു? അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി വിധി വന്നാൽ പോലും നമുക്ക് അവിടെ തൂങ്ങി നിന്നു. സമ്മതിച്ചോ? ഇപ്പൊ പറയുന്നു താൽക്കാലികം, 2 ഇൻക്രിമെന്റ്, 6 കൊല്ലം കഴിയുമ്പോൾ IT, 7 കൊല്ലം കഴിയുമ്പോൾ ഡിപ്ലോമ. ഇതൊന്നും നടന്നില്ലെങ്കിൽ നിന്നെ മറ്റെന്തെങ്കിലും പണിയേൽപ്പിക്കാം. നാണമില്ലല്ലോ? ഒരുപാട് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. വൈദ്യുതി ബോർഡിലെ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ നമുക്കെന്നും ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ ഞങ്ങൾ രാഷ്ട്രീയം ചേർത്തിട്ടില്ല. ഞങ്ങൾ ഒരിടത്തും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ട്രേഡ് യൂണിയൻ, അതുകൊണ്ടാണ് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം അതാണ്, നിലവിലുള്ള അംഗീകൃത സംഘടനകൾ ഈ സ്ഥാപനത്തിന്റെ ദുരന്തമാണ്. നിലവിലുള്ള അംഗീകൃത സംഘടനകൾ സ്ഥാപനത്തിന്റെ ദുരന്തമാണ്. മാറ്റത്തിനായിട്ടാണ് വോട്ട്. വർഗവഞ്ചകരെ ഒറ്റപ്പെടുത്താം. ഇതാണ് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം. എന്തുകൊണ്ടാ? ഞാൻ ചോദിക്കട്ടെ, പ്രൊമോഷന്റെ കാര്യം അവിടെ നിൽക്കും, ട്രാൻസ്ഫറിന്റെ കാര്യമോ? 2018 മുതൽ ഇവിടെ സ്ഥലം മാറ്റം മുഴുവൻ ഒരു ലഗാനുമില്ലാതെ ഓരോ വർഷവും ഇവിടുത്തെ ട്രാൻസ്ഫർ ഗൈഡ് ലൈനുകൾ തരാതരം പോലെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വൈദ്യുതി ബോർഡിൽ 4 വർഷം മുമ്പുള്ള എല്ലാ ഓഫീസുകളും ഇന്നും നിലവിലുണ്ട്. ഉണ്ടോ? ഉണ്ട്.
3500-ലധികം പേര് റിട്ടയർ ചെയ്തും പോയി. സ്ഥാപനമെല്ലാം അവിടെയുണ്ട്, ആഫീസൊക്കെ ഇവിടെയുണ്ട്. റിട്ടയർമെന്റ് മൂലം ഇഷ്ടം പോലെ ഒഴിവുകൾ വന്നു. പുതുതായിട്ട് നിയമനം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്താനും. പ്രൊമോഷനാണെങ്കിൽ 2 വർഷമായിട്ട് ഇവിടെ കിടന്ന് മുട്ടുകാലേ കഴിയുന്നു. എന്നിട്ടും സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം നോക്കിയാൽ സ്വാഹ. ഇവിടെ നിന്ന് ഒരുത്തൻ പോകുമ്പോൾ നെഞ്ചിടിപ്പോടെയാണ് പോകുന്നത്. എന്താ കാര്യം? പിന്നെ ഇങ്ങോട്ടുള്ള തിരിച്ചുവരവ് അസാധ്യം. എന്താ കാര്യം? എപ്പോഴാണോ ഇവൻ പോകുന്നത് എണീക്കാൻ നോക്കിയിരിക്കുകയാണ്. നമ്മള് മറ്റേ മുബാരക് ഹോട്ടലിലെ പോലെയാണ്, ഇടിച്ചു നിൽക്കുകയാണ്. ഒരു എണീറ്റ് അപ്പ ചാടിയിരിക്കും, പക്ഷെ അവിടെ ചാടിയിരിക്കും. ഇവിടെ എണീറ്റ ഉടനെ ആ കസേരയെ അപ്പോ തന്നെ എടുത്തെന്ത് ചെയ്യും? പറമ്പിലേക്ക് വലിക്കും. എന്നിട്ട് അവിടെ ഒരു വലിയ പൂജ്യം. അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണ് പോസ്റ്റിംഗ് സ്റ്റാൻഡ്. ഇതിനെല്ലാം കാരണക്കാരാരാണ്? ഇതിനെല്ലാം കാരണക്കാർ OA-ക്കാരാണ്, ഓഫീസേഴ്സ് അസോസിയേഷൻകാരാണ്. ഞാനെന്താ പറഞ്ഞത്? നീയാ പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ വ്യവസായത്തിലെ മുഴുവൻ കസേരകളും നഷ്ടപ്പെടുത്തി ജീവനക്കാരുടെ പ്രൊമോഷനുകൾ എല്ലാം നശിപ്പിച്ചത് ഓഫീസേഴ്സ് അസോസിയേഷൻ ആണെന്ന് പരസ്യമായി പറഞ്ഞത് CIQ ഇടതുപക്ഷ സംഘടനകൾ. AIQC-ക്കും CIQ-നും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഞാനിവിടെ നമ്മുടെ സംഘടനയുടെ സംയുക്ത സമരമുന്നണിയുടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ നടക്കുമ്പോൾ, ഒരു പ്രതിഷേധ ധർണ നടക്കുമ്പോൾ ഞാൻ തൊട്ടെന്റെ വലതുഭാഗത്ത് കാണുന്നു ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CIQ, മുന്നിൽ തൊട്ടു പിന്നിൽ AIQC വർക്കേഴ്സ് ഫെഡറേഷൻ. എന്നാൽ നിങ്ങളൊക്കെയല്ലേ ഇവിടുത്തെ മാനേജ്മെന്റിനെയും ഇവിടുത്തെ തൊഴിലാളിയെയും പറഞ്ഞു പഠിപ്പിച്ചത് 5 വർഷക്കാലം? ഈ വൈദ്യുതി ബോർഡിലെ തൊഴിലാളികളുടെ ദുരന്തത്തിന് കാരണം OA-ക്കാരാണെന്ന്. പിന്നെ എന്തിനാണോ എന്നെ കൊണ്ട് പറയിക്കരുത്. ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സൊസൈറ്റി തെരഞ്ഞെടുപ്പ് എന്തൊരു ഒരുമയാണ്! ഏകോദര സോദരങ്ങളെ പോലെ CIQ, AIQC, OA ഇനി വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയണ്ട. ഒരമ്മ പെറ്റ മക്കളെ പോലെ കിടക്കുകയാണ്. എന്നാൽ പിന്നെ ഈ റഫറണ്ടത്തിനും CIQ, AIQC ഒന്നിച്ച് മത്സരിച്ചാൽ പോരെ? OA-ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ നിങ്ങൾ രണ്ടും തരാതരം പോലെ ഒന്നിക്കുന്നു. സൊസൈറ്റി തെരഞ്ഞെടുപ്പോൾ വരുമ്പോൾ നിങ്ങൾ ഒന്നിക്കുന്നു. നിങ്ങൾ എന്തിനാ റഫറണ്ടത്തിൽ രണ്ടാകുന്നു? ഒന്നിച്ചങ്ങ് നിന്നാ പോലെ, ഒറ്റനാ പോലെ. നമുക്കറിയാം CIQ-വിൽ നിന്ന് അടർന്നു വീഴുന്ന വോട്ടുകൾ അതിനുവേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന ഒരു പെട്ടിയുണ്ട്. അത് CIQ ആ പെട്ടിയിൽ ഇടാനാണ്. ചോരുന്നതൊക്കെ ഒരിടത്ത് കിടക്കട്ടെ, അകത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കളിക്കാം, കൊച്ചൊക്കെ കളിക്കാം. ഇതേ പണിയാണ് ഈ വ്യവസായത്തിൽ നടക്കുന്നത്. ഞാനിത് പറഞ്ഞു വരാൻ കാര്യം, വൈദ്യുതി ബോർഡിന്റെ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളിൽ എല്ലാ നാശങ്ങൾക്കും കാരണം ഇവർ 3 പേരുമാണ്. CIQ, AIQC-യും പിന്നെ മൂന്നാമത്തെ സ്വതന്ത്ര സംഘടനയും. 2017 വരെ 18 വരെ ഞങ്ങൾ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സമയം വരെ അതിനല്ല രീതിയിൽ, ശക്തമായ രീതിയിൽ ഇവിടെ പ്രൊമോഷന്റെ കാര്യത്തിലോ ട്രാൻസ്ഫറിന്റെ കാര്യത്തിലോ ഒരു പ്രശ്നവും ഉണ്ടാകാതെ കൃത്യമായി ചർച്ചകളിൽ തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ പോയി. പക്ഷേ 2018-ൽ ഞങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ച് ഞങ്ങളെ ഇങ്ങോട്ട് ചവിട്ടി എവിടെ നിന്നോ എങ്ങു നിന്നോ ഉള്ള ചില വർഗവഞ്ചകരെ തലപ്പത്ത് കൊണ്ടിരുത്തിയപ്പോൾ തന്നെ ആളുകളൊക്കെ മുഖത്തോട് മുഖം നോക്കി, ഇതാര്
ഇവനാര്? അന്നത്തെ ചോദ്യം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതാരാണ്? കാരണം ആ മുന്നണിയിൽ കഴിഞ്ഞ റഫറൻഡത്തിൽ ഈ സാധനം നമ്മൾ കണ്ടിട്ടേ ഇല്ല ഒരിടത്ത്. തിരുവനന്തപുരം ഫോർട്ടിൽ പോലും പവർ ഹൗസിൽ പോലും ഉള്ളത് ചോദിക്കുന്നത് ഇതാണോ സാധനം? തിരുവനന്തപുരം ജില്ലയിലുള്ളവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ മറ്റു ജില്ലയിലുള്ളവർ? അങ്ങനെ ബിനാമി ഇടപാടിലൂടെ റിട്ടയർ ചെയ്തവർക്ക് ഇവിടെ കയറിനിറങ്ങാനുള്ള ഒരു അവസരം അത് നമുക്ക് അനുവദിക്കാൻ കഴിയും. ഇവർക്ക് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുമായുള്ള ഇവരുടെ അന്തർധാര സജീവമാണ്. അത് അറിയണമെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കണം. അതുകൊണ്ടാണ് ഈ സത്യം തിരിച്ചറിയുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ അടിച്ച് പുറത്താക്കുന്നത്. ഇതൊന്നും ആരും കാണാൻ പാടില്ല. അത് ഞാൻ 2015 തിരിച്ചറിഞ്ഞു. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസയോഗ്യമായ കൊടിയുടെ നിറങ്ങളൊന്നും ഞങ്ങൾ നോക്കിയില്ല. തൊഴിലാളികളെ സംരക്ഷിക്കാൻ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു മുന്നണി, അതാണ് ഞങ്ങളുടെ ഒന്ന്. നമ്മൾ ഒന്നാണ്. ആ ഒന്നിലേക്കുള്ള പ്രയാണത്തിൽ, ഒന്നാം സ്ഥാനത്തേക്കുള്ള പ്രയാണത്തിൽ അതിനെ തടയിടാൻ വരുന്ന ആളുകളിൽ എന്തൊക്കെ വൃത്തികേടുകൾ ആരൊക്കെ കാണിച്ചാലും അവിടെയെല്ലാം നെഞ്ചു വിരിച്ചു നിന്ന് നമ്മൾ ഒന്നിനായി പോരാടണം. നമുക്ക് ഇത് വിജയത്തിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പു തരുന്നു, ഞങ്ങൾ ഇവിടെ ഈ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ, ഈ ഒന്നാമതായാൽ ഇവിടെ 24 മണിക്കൂറിനകം ഇവിടുത്തെ പ്രൊമോഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ നിയമപരിരക്ഷയോടെ ഞങ്ങൾ അവർക്ക് പ്രൊമോഷൻ നടത്തിക്കൊടുക്കും, അവരുടെ സംരക്ഷണം നടത്തിക്കൊടുക്കുമെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി ചൂണ്ടി വീണ്ടും കാണിക്കുന്ന കാര്യം, സുപ്രീം കോടതി വിധി വന്ന ഫെബ്രുവരി 19 അതോ 18, അന്ന് ലഡു കഴിച്ച, ജിലേബി കഴിച്ച, ഷാളിട്ട നേതാക്കൾ. പക്ഷേ ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ മുന്തിയ നേതാവ് തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു കത്തിട്ടു, നമുക്ക് വീണ്ടും കോടതിയിൽ SLP ഫയൽ ചെയ്യാം. ആണോ ഇല്ലയോ? ഇട്ടോ? എല്ലാവരും കണ്ടതാണ്. നമുക്ക് SLP എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ പിന്നെ തലേ ദിവസം കേസ് ജയിച്ചു എന്ന് പറഞ്ഞ് എന്തിനാ ഉണ്ട വിഴുങ്ങിയത്, ജിലേബി കടിച്ചത്, കഴുത്ത് കുനിച്ച് ഷാള് വാങ്ങിയത്? അങ്ങനെയെങ്കിൽ പിറ്റേന്ന് SLP ഫയൽ ചെയ്യണമെന്ന് നിങ്ങൾ പറയുമോ? പോയി നിന്ന് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി, CA, അവരുടെ അഡ്വക്കേറ്റ് പോലും ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവിടുത്തെ ജീവനക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനുള്ള അവസരമാണ് തുറന്നു തന്നത്. ജഡ്ജ്മെന്റ് വായിച്ചോ നിങ്ങൾ? ഇവിടുത്തെ ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു അവസരം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി തുറന്നു തന്നു. അവരുടെ വക്കീൽ എന്താ അവര് പറഞ്ഞത്? അവര് പറഞ്ഞു ഡീവിയേഷൻ ആകാം, എക്സംഷൻ പറ്റില്ല. ഡീവിയേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു എക്സംഷൻ. പക്ഷേ നീയും നിന്റെ അഡ്വക്കേറ്റും സ്ഥാപനവും സ്റ്റേറ്റ് ഓഫ് കേരളയും വാദിച്ചു ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എക്സംഷൻ. എന്നാണോ നിങ്ങളെ പഠിപ്പിച്ചത്? ആരാണോ അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞത്? ഡീവിയേഷനും എക്സംഷനും ഒന്നാണെന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഡീവിയേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു എക്സംഷൻ. സെക്ഷൻ 116 അനുസരിച്ച് ഡീവിയേഷൻ ആകാം. എടോ, ആ ഡീവിയേഷനാണ് ഞങ്ങളുടെ തുറപ്പ് ചെയ്തത്. അത് സംസ്ഥാന സർക്കാർ ചെയ്തു. പക്ഷേ നീയൊക്കെ കോടതിയിൽ പോയി എക്സംഷന് വേണ്ടി ചോദിച്ചു. ഇതെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ 20 സംസ്ഥാനത്തിന്റെ പേര് എണ്ണം പറയാൻ പാടില്ല. കാരണം ഇന്ത്യയിലെ സംസ്ഥാനത്തിന്റെ എണ്ണം തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ഒരു നിയമം
നിയമം കേരളത്തിന് മാത്രം ഒഴിവാക്കി കൊടുക്കണം, എക്സെപ്റ്റ് ചെയ്യണം. എക്സംഷൻ ഈസ് അവർ ഓൺലി ഡിമാൻഡ് എന്ന് വാദിച്ച നിങ്ങളാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ അന്തകർ. 116 ഡീവിയേഷൻ കൃത്യമായി ചോദിച്ചു വാങ്ങാൻ കഴിയാത്തവർ. അത് ഞങ്ങൾ ഇപ്പോഴും പറയും. അവിടെ ഇന്നലെയും ഒരു വോയിസ് മെസ്സേജ് എല്ലാം ഇട്ടു. രാത്രി 9:20 ഞങ്ങളുടെ സേമ ഒപ്പിട്ട് ഞങ്ങളുടെ സാറന്മാർ ഒപ്പിട്ട് നിങ്ങളതെല്ലാം എല്ലാം ശരിയാ. അങ്ങനെ CMDയുടെ മേശപ്പുറത്തിരിക്കുന്നു. അയാളൊന്നും ചെയ്തില്ല. പറഞ്ഞു പോയപ്പോ ഇയാൾ ഒപ്പിട്ട് പാവം വോയിസ് മെസ്സേജ് കേൾക്കുന്ന നമ്മുടെ പാവപ്പെട്ട മസ്തൂർമാർ അങ്ങനെ ഉയരുകയാണ് കസേരയിൽ. ഒപ്പിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇത് പറയുന്നതായിട്ടാ തോന്നും. ഇവിടെ കുറെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടാ പറഞ്ഞത്. NS പിള്ള ചെയർമാനായിരുന്നു പറഞ്ഞു. പിള്ള പ്രദീപിന്റെ അളിയനാണ്, മാമനാണ്, കൊച്ചിച്ചനാണ്. ഇവനാണ് ഇവിടുത്തെ കുഴപ്പം. പിള്ള ഇവന് ഒരുമിച്ചാണ്. ഓ പിള്ള പോയി. ഡോക്ടർ പി അശോകയ്യേസ് വന്നു. വെളിയിൽ മൈക്ക് കെട്ടി പറയുകയാണ്, ഞായറാഴ്ച രാവിലെ 11 മണി നെയ്യാറ്റിക്കര പ്രദീപ് ചെയർമാന്റെ മുറിയിലേക്ക് കയറുന്നു. ആളുകൾ ഇങ്ങനെ നോക്കുകയാണ്. അയാൾ കയറി പുറത്തിറങ്ങിയപ്പോ എല്ലാം തകിടം മറിഞ്ഞു. മുഴുവൻ മാറ്റി മറിച്ചു. ചെയർമാൻ പോലീസിലിറങ്ങി. നാണമില്ലയോ നിങ്ങൾക്ക്? ഇപ്പൊ പറയുന്നു ചെയർമാൻ അനിയനാണ്, പിള്ളയാണ്, അത് ഇത് ഒന്നാണ്. ഇത് തന്നെയാണ് വലതനും ഇടതനും വിമതനും ആകെ തൊഴിലാളിയോട് പറയാനുള്ളത്. എടോ, സുപ്രീം കോടതി പോയി മാന്യമായി 4 അക്ഷരം പറഞ്ഞ് വിധി വാങ്ങിക്കാൻ കഴിയാതെ പാവപ്പെട്ട തൊഴിലാളിയെ പെരുവഴിയാതെ മറ്റൊരുത്തൻ ചെയ്തൊരു പണി അറിയാം. മറ്റേ 3 അക്ഷരമുള്ളൊരുത്തൻ പങ്കാളിത്ത പെൻഷനിൽ വിധി വാങ്ങിച്ച മാന്യൻ. അതുകൂടെ അറിയേ, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചു രാജസ്ഥാനിൽ, പിന്നെ ഛത്തീസ്ഗഡിൽ അല്ലേ സർക്കാർ പിൻവലിച്ചു. പക്ഷേ കേരളത്തിൽ ഈ സാധനം പിൻവലിക്കാതിരിക്കാനുള്ള പണി ഈ മുന്തിയ വക്കീൽ ഉണ്ടാക്കി. എന്താ കാര്യം? ഇദ്ദേഹം അങ്ങോട്ട് ഇദ്ദേഹത്തിന് എന്ത് കണ്ടാലും കുളിരാണ് കോടതി. ഇദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വാങ്ങിച്ചു. പങ്കാളിത്ത പെൻഷൻ ജീവൻ നടപ്പിലാക്കുക ഇല്ലേ? എങ്ങനെ? യവനെ ആരാണോ നിയമം പഠിപ്പിച്ചത്? ഇവിടെ PMS-കാരൻ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. പാവം പിള്ള അവൻ ഇപ്പോഴും 2-ലാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക. 2003 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. അനിയൻ ജനിച്ചിട്ടില്ലയോ എന്നൊരു സംശയം. അറിഞ്ഞിട്ടില്ല. പോയി ആദ്യം അവിടെ പറയണോ? അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അത് അറിഞ്ഞില്ല ചേട്ടൻ. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പങ്കാളിത്ത പെൻഷൻ സർക്കാരിന്റെ പോളിസിയാണ്, നയമാണ്. അത് പിൻവലിക്കാൻ ആർക്കേ കഴിയൂ? സർക്കാരിനെ കഴിയും അല്ലേ? ഈ കേരളത്തിൽ ഈ പകൽ എനിക്കിപ്പോ ഈ കൊടി പിടിക്കാൻ അപമാനമാണ്. ഞാൻ എന്റെ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച 3 കൊടിയും കുറച്ചുകൊണ്ടാണ് ഇവൻ തുടരെ ലഡു തിന്നുന്നതും ഷാളെടുത്തതും കോടതിയിൽ ഇതുപോലുള്ള വിധി വാങ്ങിച്ചു കൊടുക്കും. എന്താ ചെയ്യാൻ? ഇങ്ങനെയൊരു ജന്മം. പങ്കാളിത്ത പെൻഷനിൽ വിധി വാങ്ങിച്ചു. എന്താ നടപ്പിലാക്കുക? ഇനി സർക്കാരിന് എളുപ്പമല്ല. നമ്മൾ സർക്കാരിലേക്ക് പോയാൽ സർക്കാർ എന്ത് പറയും? ഹൈക്കോടതി വിധിയുണ്ട്, പങ്കാളിത്ത പെൻഷൻ അല്ലേ? ഡൽഹി പറയും. അങ്ങനെ 2019 നവംബർ 19 നിയമസഭയിലേക്ക്
നിയമസഭയിലേക്ക് VD സതീശൻ വെറും ഒരു MLA ആയിരുന്നപ്പോൾ, വെറും MLA നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ നിയമസഭാ മാർച്ച് എല്ലാവരും പങ്കെടുത്തതാണ്. ആയിരക്കണക്കിന് ആളുകളുടെ നിയമസഭാ മാർച്ച്. അവിടെ ഞങ്ങൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ച്. റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ 2021 ഞങ്ങൾ നടത്തിയ മാർച്ച്. അതും പ്രതിപക്ഷ നേതാവാണ് കാണിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നിലുള്ള എറണാകുളത്ത് സംസ്ഥാന സമ്മേളനം അതും ഉദ്ഘാടനം ചെയ്തത് ശ്രീ VD സതീശൻ. പക്ഷേ നേതാക്കളെ രാത്രികളിൽ ചെന്നിരുന്ന് ചെവികടിച്ച് പെർസെന്റേജിന്റെ കണക്ക് പറഞ്ഞു. ഇവിടെ 1.5% പ്രദീപ് നെയ്യാറ്റിൻകരയ്ക്ക് ഇവിടെ ഒരിടം. ഏറ്റവും രസം, ഒരു ഗ്രൂപ്പുകാരൻ ഒരു സർവേ നടത്തി. ഞാൻ പറയാതെ കണ്ടല്ലോ നിങ്ങൾ. ഒരുത്തൻ 57.4. ഇവിടത്തെ നശിച്ച് നാമാവശേഷമായ പ്രതിപക്ഷമെന്ന് പറഞ്ഞ് നടക്കുന്ന അവര് കൊടുത്തു 17.2. പ്രദീപ് നെയ്യാറ്റിൻകര നയിക്കുന്ന 1-ാം നമ്പറിന് 2.3. എന്നോട് എത്ര വോട്ട് തരും? ഒരു 520, 530. എന്താ സർവേ? കഴിഞ്ഞ സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് 500-ലധികം വോട്ട് പിടിച്ച സംഘടനയാണ് ഇല്ലേ നമ്മൾ? അധികമൊന്നും മാറിയിട്ടില്ലല്ലോ, വെളുത്തില്ലല്ലോ. അവൻ ഈ കേരളത്തിൽ തന്ന വോട്ട് നിന്റെ സർവേ നമുക്ക് 28-ാം തീയതി കാണാമോ? നിന്റെ 2ഉം 15ഉം ഒക്കെ. ഞാനിത് പറയാൻ കാര്യം, ഇവിടെ ഈ കൊടിയും പിടിച്ച് ഞാൻ ഉയർത്തിപ്പിടിച്ച നമ്പർ 2015 നമ്പർ നീ ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ പാളയത്തിൽ അന്തി ഉറങ്ങുമ്പോൾ അത് നശിപ്പിക്കാനാണ് എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഞാനല്ല നീ തകർത്ത് കളയുന്നത് ഈ ഒരു വ്യക്തിയല്ല, INTUC എന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ എന്നേക്കുമായി ഈ വ്യവസായത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ നീ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ BMS-ഉമായും നീ നടത്തുന്ന അന്തർധാര അത് വ്യക്തമാക്കുന്നതാണ്. നീ ഉയർത്തിപ്പിടിച്ച നമ്പറിന് നേതൃത്വം കൊടുക്കുന്ന ആളാരാ? കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഉയർന്ന 2 വലിയ ബോർഡുകളുണ്ട്. ശ്രീ M ആരാ അതിന്റെ ആള്? ആരാ അങ്ങനെ ഒരു വർഗനിറം ഈ സ്ഥാപനത്തിനകത്ത് കൊണ്ടുവന്നത്? അവന്റെ ഗൂഢലക്ഷ്യം തിരിച്ചറിയണം. എടോ, അങ്ങനെയെങ്കിൽ നീ നേരെ പോയി BMS മത്സരിച്ചാവും. BMS-ലൂടെ നിന്നാ പോയി. എന്തിനാണോ ഈ കൊടിയുടെ നേതൃത്വത്തിന്റെ എടുത്ത് ആ നമ്പരും പിടിച്ച് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന പെൻഷൻകാരുമായിട്ട് യോജിച്ചുകൊണ്ട് എന്തിനാണോ INTUC നശിപ്പിക്കുന്നത്, തകർക്കുന്നത്? ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ആയുസ്, ഞങ്ങളുടെ രക്തം ഞങ്ങൾ വിയർപ്പാക്കി പകലുകളെ രാത്രികളെയും ഒന്നും തിരിച്ചറിയാതെ, മഴയും വെയിലും എന്തെന്നറിയാതെ കഴിഞ്ഞ 3-4 വർഷമായി കാസർഗോഡ് മുതൽ പാറശാല വരെ അഹോരാത്രം പണിപ്പെട്ടുകൊണ്ട് രാപ്പകലില്ലാതെ ഈ മൂവർണ്ണക്കൊടി ഉയർത്തിപ്പിടിച്ച് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച എന്നേക്കുമായി നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ KEC അതും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവസാനം നിയമകുരുക്കിൽപ്പെട്ട് ആർക്കും ഉതകാതെ പോയി അങ്ങനെ പോയ ഒരു സാധനവും അതിനുശേഷം INTUC എന്ന കൊടിക്കീഴിൽ നിന്നുകൊണ്ട് ചേർക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും സമാന ചിന്താഗതിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന് കൊടിയുടെ നിറം നോക്കാതെ ഈ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഞങ്ങളെ തകർത്തുകൊണ്ട് ഈ വ്യവസായത്തിൽ INTUC തകർത്തുകൊണ്ട് നിങ്ങൾ
BMS പരവകാലം ഇരിക്കുമ്പോൾ BMSകാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കെതിരല്ല, ഞങ്ങൾ ഒന്നിനുമെതിരല്ല. നിങ്ങളുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഒന്നൊന്നായി എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഇന്ധന വില വർധനവ് പറയേണ്ട കാര്യമില്ല, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനം ചരിത്രത്തിൽ ആദ്യമായി എന്നേക്കുമായി അത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ആ ദിനങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ കർശനമായ നിയമം, നയങ്ങൾ, അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം എന്താ പറഞ്ഞത്? സ്വകാര്യ നിക്ഷേപകർക്കായി വാതിൽ തുറന്നിടുന്നു. ഇവിടെ സമരങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു. അവകാശ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാം. ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറുന്ന തൊഴിലാളികളായി നിങ്ങൾ മാറണം. സമരങ്ങൾ ഇല്ല. ഞാനല്ല ഇത് പറഞ്ഞത്, നിങ്ങളുടെ നേതാവ്. പക്ഷേ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എനിക്കും അത് മാർഗമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സമരം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പൊതുവഴി റോഡിൽ കിടന്ന് ഇങ്ങനെ എഴയുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു തന്റെ നയം, സമരങ്ങൾ ഇല്ല, അവകാശ പോരാട്ടങ്ങളൊന്നും വേണ്ട, അകത്ത് കയറിയെന്ന് പണിയെടുക്കട എന്നാ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അതാ ഒത്തുതീർപ്പാകാത്ത ഇവിടെ വന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാനെ തന്നെ. പക്ഷേ ആര് ചെയർമാനായാലും വൈദ്യുതി ബോർഡിലെ നയങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാരാണ്. അത് ആര്യാടൻ മുഹമ്മദ് ഭരിച്ചാലും MM മണിയാശാൻ ഭരിച്ചാലും കൃഷ്ണൻകുട്ടി ഭരിച്ചാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയാലും ശ്രീ പിണറായി വിജയനായാലും വൈദ്യുതി ബോർഡിലെ നയം തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. അത് നടപ്പിലാക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് വൈദ്യുതി ബോർഡ് അധികാരി. എന്റെ കസേരി, എന്റെ സീറ്റിൽ ഞാൻ എന്റെ തൊട്ടുമേളിലുള്ള ഓഫീസർ പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. പയ്യക്ക് വച്ചിട്ട് ബോർഡിങ് ഇല്ലേ, അങ്ങ് കേറുകയാണ്. ചെയർമാൻ ചെയ്തില്ല, ഇട്ടില്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ആരെയാണോ വിളിക്കുന്നത്, ആരാ ഇരുത്തിയിരിക്കുന്നത്? മനസ്സിലാക്കണം. നിങ്ങളുടെ സർക്കാരിന്റെ നയം മാറിയിരിക്കുന്നു. നിങ്ങളുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, വർഗ ബഹുജന സംഘടനകളുടെ പങ്കാളിത്തത്തോട് അധികാരത്തിലേറിയ സർക്കാർ ഇവിടെ എല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. എല്ലാം മാറി. അതാണ് സ്വകാര്യ പ്രോത്സാഹനം. അതുകൊണ്ട് ആ സ്വകാര്യ നിക്ഷേപകരുടെ പ്രോത്സാഹനത്തിന് പിന്തുണ കൊടുക്കാൻ നിർബന്ധിതരായി തീർന്ന CITU എന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടി. അതാണ് ഞങ്ങൾ ഇന്ന് ഒന്നാം സ്ഥാനം ഇവിടെ അലങ്കരിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഇന്ന് എല്ലാം മാറ്റിമറിക്കുവാൻ കരുത്തുള്ള ഈ മേഖലയിലെ ഒരേ ഒരു സംഘടന ഞങ്ങളാണെന്ന് നെഞ്ചത്തുറപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നായി ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം. അതിനുവേണ്ടി നിങ്ങളെ സഹസ്രം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് INTUC, ജയ് സംയുക്ത സമരമുന്നണി. അടുത്തതായി യോഗത്തെ അഭിസംബോധന ചെയ്ത് നമ്മുടെ സമരസമിതി നേതാവ് സദാനന്ദ മാസ്റ്റർ സംസാരിക്കും.